കാണിക്കാറുണ്ട്. എവിടെ പോയാലും പറയുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം ബിജു ആൻ്റണിയുടെ രണ്ടാമത്തെ പുസ്തകം, അതിൻ്റെ പ്രകാശന ചടങ്ങിനെ വിളിച്ചാലും വെച്ചെങ്കിലും എൻ്റെ ചെറിയച്ഛൻ മരിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതിൻ്റെ ശേഷം ഉണ്ടായതുകൊണ്ട് ആ പരിപാടിക്ക് വന്ന് ഇതിനകത്ത് പങ്കുചേരാനായിട്ട് സാധിച്ചില്ല എന്ന് ഒരു ക്ഷമാപണം കൂടിയുണ്ട്. പരിപാടി ഏറ്റെടുത്ത് ഭംഗിയായിട്ട് ചെയ്തതിൽ സ്മൈലിനെയും SNDPയെയും വളരെ രീതിയിലുള്ള ഭാഷയിൽ അഭിനന്ദിക്കുകയാണെങ്കിൽ ഇതിലുള്ള ചടങ്ങ് ചെയ്തിട്ട്. അപ്പോൾ ഇത് പറഞ്ഞ പോലെ പറഞ്ഞ തീരാത്ത വിഷയമായതുകൊണ്ട് ഒരുപാട് പറയാൻ നിൽക്കുന്നില്ല. എന്തായാലും ആസാൻ്റെ പറഞ്ഞെങ്കിലും നമ്മൾ ഒരാൾ ഇവിടെ വന്നിട്ട് ആസാനെക്കുറിച്ച് പറഞ്ഞ് തരേണ്ട ആവശ്യം നമ്മുടെ തലമുറയ്ക്ക് ഉണ്ട് എന്ന് തോന്നുന്നില്ല. എന്തായാലും നമ്മളൊക്കെ വളരെ ഭാഗ്യം ചെയ്തൊരു തലമുറയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും. എന്ന് വെച്ചാൽ കവിതകളും ആസാനത്തിലെ ആദ്യകൃതികളൊക്കെ പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു അവസാനത്തെ തലമുറയായിരിക്കും നമ്മളൊക്കെ എന്ന് വിചാരിച്ചുകൊണ്ട് അത് അർത്ഥമാക്കുക. ഇനി വരുന്ന തലമുറകൾക്കൊക്കെ അതൊക്കെ ഒരു ആവശ്യ ഘടകമാണോ എന്ന് പോലും ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും ആശാൻ്റെ ജീവിതം തുടങ്ങുന്നത് മലയാളത്തിൽ അതുവരെ ഉണ്ടായിരുന്ന കാവ്യ പാരമ്പര്യം എന്ന് പറയുന്നത് ഇവിടെ വേശികളെ കുറിച്ച് പറഞ്ഞു. പ്രാചീന മലയാളത്തിൻ്റെ ആദ്യ തുടുപ്പുകളെന്ന് പറയുന്നത് കുറേ അച്യുതരിതങ്ങളായിരുന്നു നമ്മുടെ ആധുനിക കവിത്രയങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നത്. ഉണ്ണിയാടി ചരിതവും ഉണ്ണിച്ചിരി ദേവി ചരിതം എന്നൊക്കെ പറയുന്ന അജ്ഞതാകൃതമായ കുറേ കൃതികളുണ്ടായി നമുക്ക് പഠനമുണ്ടായിരുന്നു. ചന്ദ്രോത്സവം എന്ന് പറയുന്ന മഹോത്സവത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വിദേശികളെ കവികളും അവിടുത്തെ പ്രമാണിക തലയിലേക്ക് കൊണ്ടുവരുന്ന വലിയൊരു ഉത്സവ ചടങ്ങായിരുന്നു ചന്ദ്രോത്സവം എന്ന് പറയുന്ന. പ്രാചീന ഇന്ത്യയിൽ മൊത്തം ദേവദാസികൾക്ക് താമരമുണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, പഴയ കാലഘട്ടം. അന്നത്തെ ഒരു ഉത്സവമാണ് ചന്ദ്രോത്സവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആശാനെ എഴുതി വന്ന കാലഘട്ടം എന്ന് പറയുന്ന പ്രാചീന കവിത്രയങ്ങളെയും പൂന്താനത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രാചീന കവിത്രയത്തിന് ശേഷം ചങ്ങമ്പുഴയ്ക്ക് മുമ്പ് മലയാള കവിതയെ വളരെ ജനകീയമായിട്ട് കൊണ്ടുവരുന്നതിന് വളരെ പ്രയത്നിച്ച ഒരു കവിതയായിരുന്നു കാലഘട്ടമായിരുന്നു ആസാൻ്റെ എന്ന് പറയാം. അത് അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുള്ള സംസ്കൃത ഭാഷയിലുള്ള ജ്ഞാനവും ആംഗലേയ ഭാഷയിൽ ശ്രദ്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഴിവൊക്കെയാണ് അതിനെ സഹായിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് ആംഗലേയ സാഹിത്യത്തിലെ ലിറിക്സ് എന്ന് പറയുന്ന ഒരു സാഹിത്യശാഖയുണ്ട്. മിൽട്ടണും ഗ്രേയും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ആംഗലേയ ശോകാത്മകമായിട്ട് അവസാനിക്കുന്ന കുറേ കവിതകൾ, ശോകത്തിൽ അവതരിപ്പിക്കുന്ന അവസാനിക്കുന്ന കുറേ കവിതകൾ. അതുവരെ ഉണ്ടായിരുന്ന പുരാണ കഥകൾ എടുത്തിട്ട് അതിൻ്റെ അർത്ഥമർത്ഥത്തിൽ സുഭാപരിസായികളായ കുറേ കൃതികളാണ് നമുക്ക് മലയാളത്തിലുണ്ടായിരുന്നത്. ശോകത്തിൽ നിരാശയിൽ അവസാനിക്കുന്ന കൃതികൾ മലയാളം അന്നുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആശാന് മുമ്പ്. ആശാൻ്റെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് ഈ കരുണ എന്ന് പറയുന്ന കൃതി എല്ലാ കൃതിയും പൊതുവായിട്ട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു കൃതിയാണ് കരുണ. എല്ലാ കൃതിക്കും പൊതുവായിട്ട് പറഞ്ഞു പോകാവുന്ന ഒരു പേര് തന്നെയാണ് കരുണ എന്ന് പൊതുവായിട്ട് പറയാം. ഏകദേശം ഒരു 15-16 വർഷം മാത്രമേ ആസാൻ്റെ ഒരു കാവ്യ ജീവിതം നിലനിന്നിട്ടുള്ളൂ. 1904 മുതൽ 1923 വരെ കരുണ വരെയുള്ള ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്ക് ഒരു പുതിയൊരു വഴി വെട്ടിത്തരാനായിട്ട് കാൽപ്പനികതയുടെ ആധുനിക കവിതയുടെ ഒരു വഴി വെട്ടിത്തരാനായിട്ട് പാത വെട്ടിത്തരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹത്തരം എന്നുള്ളത്. എന്തായാലും കൂടുതൽ നമുക്കത് വായിച്ച് മനസ്സിലാക്കാനും കേട്ട് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ എന്നിട്ട് എല്ലാവരും അത് തുടരണമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, സ്നേഹം.